മറ്റു പ്രധാന വാർത്തയിലേക്ക് മുമ്പോൾ കോട്ടയം പനക്കപ്പാലത്ത് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂടപ്പുലം സ്വദേശി വിഷ്ണു, ഭാര്യ രശ്മി എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പ്രാഥമികമായ നിഗമനം. ഇവർ ഇരാറ്റുപേട്ട ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. രാവിലെയാണ് ഇവരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്നും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് സംഭവം? ഇത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം അനുസരിച്ച് ഇതൊരു ആത്മഹത്യയാണ് എന്ന സൂചനകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇവരെ രണ്ടുപേരെയും കിടപ്പുമുറിയിലാണ് കണ്ടെത്തുന്നത്. ഇവരും ഈ കിടക്കയിൽ കിടക്കുന്ന നിലയിലായിരുന്നു. മാത്രമല്ല സിറിഞ്ചുകളും അടുത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭാര്യ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്രണ്ടായൊക്കെ ജോലി ചെയ്യുന്ന ആൾ കൂടിയാണ്. ഈ ഭർത്താവ് കരാർ ജോലിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരാൾ കൂടിയാണ്. ഈ രാമപുരം സ്വദേശിയാണ് ഇയാൾ. പെൺകുട്ടി ആകട്ടെ മേലുകാവ് സ്വദേശിനിയും. എന്തായാലും എന്താണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ച് ഇനിയൊരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടി വരും. ഏതാണ്ട് ഒരു 4 മാസമായിട്ടാണ് ഇവരിവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇന്ന് രാവിലെ ഇവരെ വിളിച്ച് കിട്ടാതെ വന്നതോടെ വീട്ടുടമസ്ഥനും മറ്റും നടത്തിയ പരിശോധനയിൽ ഇത് വീട് അടച്ച നിലയിലായിരുന്നു. പിന്നീട് പോലീസിനെ വിളിച്ചു വരുത്തിയാണ് ഇത് കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇവരെ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്താണ് മരണകാരണം എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. സജിത്ത്, മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. ശ്രീജിത്ത്, ഇവർ രണ്ടുപേരും തനിച്ചായിരുന്നോ താമസം? മറ്റെന്തെങ്കിലും ദുരൂഹത തോന്നുന്ന സാഹചര്യങ്ങൾ, എന്തെങ്കിലും അത്തരം സൂചനകൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? ഇവർ രണ്ടുപേരുമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റ് ദുരൂഹമായ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല സജിത്ത്. എന്തായാലും ഈരാറ്റുപേട്ട പോലീസാണ് പരിശോധന നടത്തി വരുന്നത്. ഈ വീട് അടച്ച നിലയിൽ തന്നെയായിരുന്നു. മാത്രമല്ല ഇരുവരും ഒരുമിച്ച് കിടക്കുന്ന നിലയിലുമായിരുന്നു. ഈ ആത്മഹത്യ എന്നതാണ് ഇപ്പോഴുള്ള വിവരം. ഇൻക്വസ്റ്റ് പ്രാഥമിക പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം പോലുള്ള പരിശോധനയിൽ മറ്റെന്തെങ്കിലും ഇതിലൊരു സാധ്യതയുണ്ടോ, ഏതെങ്കിലും തരത്തിലൊരു കൊലപാതകത്തിലേക്കോ മറ്റോ ആണോ ഇത് വഴിതെളിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതാണ്. അന്വേഷണത്തിലൂടെ മാത്രം വ്യക്തത വരേണ്ടതാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇരുവരും ഏതാണ്ട് 35-36 വയസ്സ് മാത്രമാണ് രണ്ടുപേർക്കും പ്രായമുള്ളത്. ഈ പെൺകുട്ടിയുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടിയാണ്, ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അവർ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് കൂടിയാണ് അവിടെ സമീപത്ത് താമസിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പോലീസ് പരിശോധനകൾ നടത്തി വരികയാണ്. എന്തായാലും ദമ്പതികളെ ആത്മഹത്യ ചെയ്ത് നിലയിൽ കണ്ടെത്തി. ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കോട്ടയം പനക്കപ്പാലം, ഈരാറ്റുപേട്ടയ്ക്ക് സമീപം പനക്കപ്പാലത്താണ് സംഭവം. ഇവർ രാമപുരം കൂടപ്പുലം സ്വദേശികളാണ് മരിച്ച ദമ്പതികൾ എന്ന പ്രത്യേകതയുണ്ട്. ഇവരവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഈരാറ്റുപേട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടായി പ്രവർത്തിക്കുകയായിരുന്നു ഭാര്യ രശ്മി.